അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലാസ്റ്റിക് ബാഗുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഇപ്പോൾ കൊറോണ ആയപ്പോൾ അതൊന്നും ഷോപ്പുകാർ ശ്രദ്ധിക്കാറില്ല, ഗവൺമെൻറ് ശ്രദ്ധിക്കാറില്ല, നമ്മളും. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ബാഗ് കയ്യിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ബാഗ് കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന ടീഷർട്ട്സ് ഉണ്ടാവുമല്ലോ, അത് മുറിച്ച് ബാഗിൻ്റെ രൂപത്തിൽ ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ടൊരു ടീഷർട്ട് എടുക്കാം. നമ്മുടെ ഏതെങ്കിലും മക്കളുടെ കളയാൻ വെച്ച ടീഷർട്ട് ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തണം. അത് ഒരു ക്രയോണും സ്കെയിലും വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം കൈഭാഗം ആദ്യം സിസർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ട് ഇനി ആ കഴുത്തിൻ്റെ അവിടെ ഇല്ലേ, അതും ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇതാ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇനിയിപ്പോൾ ഇത് ഒന്ന് മറിച്ച് മീൻസ് ഉൾട്ടയാക്കണം, തിരിച്ചിടണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഷർട്ടിൻ്റെ അടിഭാഗം സഞ്ചിയുടെ അടിഭാഗം പോലെയാണ്. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് അവിടെ തുന്നി വെക്കണം. അത് കഴിഞ്ഞ് ഈ കട്ട് ചെയ്തിട്ടില്ലേ കൈയിൻ്റെയും കഴുത്തിൻ്റെയും ഭാഗമൊക്കെ മടക്കി തയ്ക്കണം. അതാണ് സഞ്ചിയുടെ കൈകളായി വരുന്നത്. അപ്പോൾ ഈ അടിഭാഗം ഇങ്ങനെ നമ്മൾ മെഷീനിലോ അല്ലെങ്കിൽ ഒരു സൂചി നൂലും കൊണ്ട് കൈ കൊണ്ട് തുന്നിയാലും മതിയാകും. രണ്ട് പ്രാവശ്യം തയ്ച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്നതാണ്. ചെറിയ മക്കൾക്ക് വരെ ഇത് നമുക്ക് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഇത് ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. 2 പ്രാവശ്യം മറിച്ചിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി തയ്ക്കണം. ഇനി ഈ കയ്യിൻ്റെ ആ ഭാഗം കൂടി തയ്ച്ചാൽ കംപ്ലീറ്റായി. നോക്കില്ലേ, നല്ലൊരു ബാഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കണം. താങ്ക് യു.